സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. തിരുവനന്തപുരം ശംഖുമുഖത്തും വെട്ടുകാടും നിരവധി വീടുകളിൽ കടൽ കയറി. മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പ്. കാലവർഷം ശക്തമായതോടെ കടൽക്ഷോഭവും രൂക്ഷമായിരിക്കുകയാണ്. ശംഖുമുഖം ഉൾപ്പെടെയുള്ള കേരള തീരങ്ങളിൽ വലിയ രീതിയിലാണ് കടൽ കയറിയിരിക്കുന്നത്. തലസ്ഥാനത്തെ തീരദേശ മേഖലയായ വർക്കല, വെട്ടുകാട്, ചെറിയതുറ, വലിയതുറ, ശംഖുമുഖം, വേളി തുടങ്ങി എല്ലാ തീരദേശ മേഖലയിലും പ്രത്യേക ജാഗ്രത മുന്നറിയിപ്പ് തുടരുകയാണ്. മഴ കനത്തതോടെ എല്ലാ തീരവും കടൽ കയറിയിരിക്കുകയാണ്. ശംഖുമുഖത്ത് 50 മീറ്ററോളമാണ് കടൽ കര കയറിയത്. കൂറ്റൻ തിരമാലകൾ റോഡിലേക്കും ഇരച്ചുകയറി. കുറച്ച് വീടൊക്കെ പോയി. ആ വീടൊക്കെ പോയതാണ് കഴിഞ്ഞ കൊല്ലം കുറച്ച് കല്ലടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് എഫക്റ്റ് ചെയ്യാതെ നിൽക്കുകയാണ്. കുറച്ചുകൂടെ കല്ലടിക്കൽ ഈ കടലടിക്കുന്നതോറും കല്ല് അടി താന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇപ്പം കല്ലടിക്കുന്നതൊന്നും ആൾക്കാർ ഇവിടെ ഇവിടെ ഉള്ളവരാരും മാറുന്നില്ല. പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് വലിയ ശംഖുമുഖത്തിന് നമ്മൾ കണ്ണാന്തോടെ പോകുന്ന ഭാഗത്ത് കുറച്ച് വീടൊക്കെ പോയി. ഈ കടലേറി വെട്ടുകാടൊക്കെ ആ ഭാഗത്തൊക്കെ പോയി. ഇവിടെ കുറച്ച് അപ്പുറത്ത് വലിയ ആ ഭാഗത്ത് കുറച്ചുകൂടെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രദേശത്തുള്ള നിരവധി വീടുകളിലേക്ക് കടൽ കയറിയതോടെ ആളുകൾ മാറി താമസിച്ചിരിക്കുകയാണ്. വർക്കലയിലും കടൽക്ഷോഭം രൂക്ഷമായതോടെ ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ 3 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.